ആ മോനെ വൈകിട്ട് പാർട്ടിക്കെല്ലാം റെഡിയല്ലേ? പാർട്ടിയോ? ആ, സെന്റ് ഓഫ് പാർട്ടി. ആരുടെ സെന്റ് ഓഫ്? നമ്മുടെ സ്ത്രീയുടെ പുതിയൊരു ആഡിന്റെ സജഷനുമായിട്ട് മാഡത്തിന്റെ മുറിയിലേക്ക് കയറിയല്ലേ ആള്. ആണോ? എന്നാ ഇന്നത്തെ സെന്റ് ഓഫ് നമുക്ക് ഗ്രാൻഡ് ആക്കണം. നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. അത് നീ ഇൻഡിപെൻഡന്റ് ആവുമ്പോ എക്സിക്യൂട്ട് ചെയ്താ മതി. ഇപ്പം ഈ ചാട്ട് നോക്കിയാ മതി. വാടക 3000. മേനോൻ ചേട്ടന് തൽക്കാലം 4000 കൊടുത്താൽ മതി. പത്രം, പാല്, ടെലിഫോൺ ചാർജ് എല്ലാം കൂടി 1500. പലചരക്കട, സ്റ്റേഷനറി 2000 രൂപ. പിന്നെ എനിക്കും അമ്മയ്ക്കും ഓഫീസിൽ പോയി വരാനുള്ള ബസ് ചാർജ്, എന്റെ സെൽഫോൺ ബില്ല്. അതിനൊരു നിവൃത്തിയില്ല മോനെ. നമ്മുടെ രണ്ടുപേരുടെയും സാലറി ഒക്കെ തീർന്നു. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? ഞാൻ നോക്കിയിട്ട് ഒരു മാർഗേ ഉള്ളൂ. എന്താ? ലോക ബാങ്കിനെ വല്ല വായ്പ എടുക്കാം. ലോക തമാശ. പോടാ. ഹലോ ഹലോ മാം, എന്തിന്? ഈ രാത്രി തന്നെ വേണോ? ഞാൻ നാളെ ശരി, ഓക്കെ മാഡം. എന്താ ശ്രീ? മാഡത്തിന് എന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന്. ഹോട്ടൽ താജിൽ വെയിറ്റ് ചെയ്യാം. അവിടെ വരെ ഇപ്പൊ എങ്ങനെ പോകും? നന്ദിതയുടെ വണ്ടി കടം ചോദിക്കുക. ഈ കാശില്ലാത്തോണ്ട് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ആരോട് ഏത് പാതിരാത്രി എന്ത് വേണമെങ്കിലും കടം ചോദിക്കാം, ഒരു ഉളുപ്പും ഇല്ലാതെ. ഒരു കണക്കിന് നോക്കി അതൊരു ഭാഗ്യ അല്ലേ അമ്മ? എന്താ മേഡം അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു? വരൂ, ഞാൻ പറയാം. കല്യാൺ ഗ്രൂപ്പിന്റെ ആഡിന്റെ കാര്യം ഞാൻ ശ്രീയുമായി ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. ക്ലയന്റ് പെട്ടെന്ന് തന്നെ വിളിച്ചിരുന്നു. അവർക്ക് യാസിന്റെ കൺസെപ്റ്റിനെ പറ്റി എന്തോ ചില സംശയങ്ങൾ. പിന്നെ ആ ആഡ് ക്ലിക്ക് ചെയ്യില്ലെന്ന് അവരുടെ ഡയറക്ടർ ബോർഡിൽ ഒരു ടോക്ക് ഉണ്ടായത്രേ. അവർ മറ്റെന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോഴാ ഞാൻ തന്റെ കൺസെപ്റ്റിന്റെ കാര്യം ഓർത്തത്. ഞാനിത് ക്ലയന്റിനോട് പറയുകയും അവർക്കത് വളരെയധികം ഇഷ്ടാവുകയും ചെയ്തു. എത്രയോ കാലമായി നീ ഇൻഡിപെൻഡന്റ് ആയി എന്തെങ്കിലും ചെയ്യാൻ മോഹിക്കുന്നു. സോ ശ്രീനാഥ്, ഈ ആഡ് ഫിലിം നീ സ്വന്തമായി ഡയറക്റ്റ് ചെയ്യുന്നു. ഓക്കെ? ഞാനിത് എത്രയും പെട്ടെന്ന് അമ്മയോട് പറയട്ടെ. അമ്മയ്ക്ക് വലിയ സന്തോഷമായിരിക്കും. നിൽക്കാൻ എനിക്ക് സമയമില്ല. പിന്നെ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് എന്ന് ഞാൻ പറയുന്നില്ല. എനിക്കറിയാം നീ ഇതൊക്കെ ഒരു ചലഞ്ചായിട്ട് എടുക്കുമെന്ന്. അപ്പോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. സെറ്റപ്പ് എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ്. സ്റ്റോറി ബോർഡ് റെഡി. ഗുഡ് മോർണിംഗ്. ഇത് ഐശ്വര്യ. ഹലോ, ഐ ആം ശ്രീനാഥ്, ആഡ് ഡയറക്ടറാണ്. ഡയലോഗ് എല്ലാം പഠിച്ചു. ഒന്ന് പറയാമോ? മലയാളി പെണ്ണും കല്യാണ്ട പൊന്നും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് റിഹേഴ്സൽ നോക്കാം. ഓക്കെ. ഡയലോഗ് ഒന്നുകൂടെ നോക്കാം. ഓ ഷുവർ.